ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്നത്തെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ടിപ്പും കാര്യങ്ങളുമായിട്ടൊന്നുമല്ല വന്നത്, ഒരു ചെറിയൊരു ടോക്കുമായിട്ടാണ് വന്നത്. ഇതിങ്ങനെ ഒരു ടോപ്പിക്ക് എടുക്കാൻ തന്നെ കാരണം, എന്നോട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി ആൾക്കാരല്ല കേട്ടോ, ഒരു 4-5 ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലി പറഞ്ഞു തരാമോ, ചേച്ചിക്ക് അറിയാമെങ്കിൽ അതും കൂടെ പറഞ്ഞു തരണേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരപ്പോഴേ ആലോചിച്ചായിരുന്നു, ഇങ്ങനെ ഒരു ടോപ്പിക്ക് എന്തായാലും പറയണമെന്ന് ഞാൻ അന്നേരപ്പോഴേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആണ് മെയിനായിട്ട് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള എൻ്റെ ആദ്യത്തെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടി, വരുമാനം കിട്ടി. ആ ഒരു സന്തോഷം കൊണ്ടും കൂടിയാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനൊരു ടോക്കുമായിട്ട് വന്നത്. അപ്പം ഞാൻ കാര്യം പറയാം. അപ്പം എൻ്റെ യൂട്യൂബിലെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, അപ്പം യൂട്യൂബിൽ നിന്നുള്ള സാധ്യതകളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച്, ഞാൻ അടക്കമുള്ള കുറച്ച് നാൾ വരെയുള്ള എൻ്റെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ അടക്കമുള്ള എല്ലാ സ്ത്രീകളുടെയും ഒരു വേദന എന്ന് പറയുന്നതാണ് നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്, അങ്ങനെയുള്ള നമ്മൾ ജോലി ചെയ്യാതിരിക്കുവാണെങ്കിൽ ഓക്കെ. പക്ഷെ നമുക്ക് വിദ്യാഭ്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് ഏത് സ്ത്രീക്കാണ്, ഏത് പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസമില്ലാത്തത്, അല്ലേ? എന്നിട്ട് ഈ വിദ്യാഭ്യാസമുള്ള നമ്മളും ജോലിയൊന്നും ചെയ്യാതെ നമ്മളൊരു വീട്ടമ്മയായിട്ട് തന്നെ വീട്ടിൽ ഒതുങ്ങുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു വേദന, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇപ്പം നമ്മളെ വിവാഹം കഴിച്ചു വിട്ടു, നല്ല ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഒരു വരുമാനം കൊണ്ടൊന്നും വേണമെങ്കിൽ അവർക്ക് ജീവിക്കേണ്ടി വരില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടാവത്തില്ല. പക്ഷേ നമുക്കതിന് വേണ്ടിയിട്ടല്ല, അതായത് നമ്മുടെ വരുമാനം കൊണ്ട് നമ്മുടെ വീട് പുലരണം എന്ന ചിന്ത കൊണ്ടൊന്നുമല്ല. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ വ്യക്തികളും, നമുക്ക് വേണമെങ്കിൽ ഒരു വീട്ടമ്മയായിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും വേണ്ട. ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചാൽ നമുക്കൊരു വീട്ടമ്മയാകാം, ഒരമ്മയാകാം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മളെ എന്തുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു, അല്ലെ പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുന്നു, ഇതെല്ലാം എടുത്ത് നമ്മൾ ഒരു പെൺകുട്ടിയായിട്ട് നമ്മൾ പഠിക്കുന്നത്, അല്ലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു നല്ല ലെവലിൽ എത്തണം. ഭർത്താവിൻ്റെ എല്ലാം നമ്മൾ മക്കള് ഭർത്താവിനെ ആയെങ്കിൽ പോലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ട, അതായത് അങ്ങനെ വേണ്ട, അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് കൂടിയാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു ഭാവി, ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയിലാണ് അവർ നമുക്ക് ഈ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ തരുന്നത്. ചില മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് മക്കളെ പഠിപ്പിക്കുന്നവർ വരെയുണ്ട്. അപ്പോൾ അവരുടെ മക്കൾ വരെ, പെൺകുട്ടികളുടെ കാര്യം മാത്രമായിട്ട് ഞാൻ പറയുന്നത്, അവരൊന്ന് കല്യാണം കഴിച്ചൊന്ന് പോയി കഴിഞ്ഞു, പിന്നെ ഒരു കുഞ്ഞായി, വീട്ടിലെ കാര്യങ്ങളായി, ഭർത്താവിൻ്റെ കാര്യങ്ങളായി, വേണേൽ ഭർത്താവ് ജോലിക്ക് വിടൂല, ചിലപ്പോൾ ഇൻലോസ് വിടൂല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങി, ഒരു അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടേണ്ട ഒരവസ്ഥയാവുന്ന എത്രയോ കഴിവുകളുള്ള പെൺകുട്ടികളുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാതാപിതാക്കളിലെ ഏറ്റവും അവരാഗ്രഹിക്കുന്ന നമ്മളൊരു സ്റ്റാൻഡിലെത്തി, ഒരു നിലയിലെത്തി കാണുന്നതാണ്, അല്ലേ? അപ്പം നമുക്കൊരു ജോലിയില്ല, നമ്മൾ എങ്ങും എത്തിയില്ല എന്നതിൽ ഈ ലോകത്ത് ആത്മാർത്ഥമായി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, തിരിച്ചു പ്രതീക്ഷിക്കാതെ വേദനിക്കുന്ന 2 ഹൃദയങ്ങളെ ഈ ലോകത്തുള്ളൂ. നമ്മുടെ പാരൻസ്, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, ഇവർ രണ്ടുമല്ലാതെ ഇപ്പം നമ്മുടെ ഭർത്താവ് പോലും നമുക്കൊരു ജോലി ഇല്ലാത്ത, അവർക്ക് ഉള്ളിൽ നിന്നുള്ള, അവർക്ക് വേണമെങ്കിൽ ഇപ്പം ഭാര്യയും കൂടെ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയാൽ കുടുംബം പുലർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ ചിന്ത എന്താണ്? ക്യാഷാണ്. ഇൻലോസ് ആണെങ്കിൽ തന്നെ അങ്ങനെ 2 പേരും ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന വരുമാനമാണെങ്കിൽ അവരുടെ കുടുംബം പുലരാൻ വേണ്ടുന്ന പേയ്മെൻ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ മാതാപിതാക്കളോ, അവർക്ക് നമ്മൾ കൊടുക്കണമെന്നല്ല അവരാഗ്രഹിക്കുന്നത്, നമ്മളൊരു സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള കാര്യം മാത്രമാണ് അവരാഗ്രഹിക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും അവർ തന്നെയാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ചില പെൺകുട്ടികളുണ്ട്, അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ജോലി കാര്യങ്ങളൊന്നുമില്ല. മാതാപിതാക്കൾ നല്ല പ്രൊഫഷണൽ കോഴ്സുകളും PG കോഴ്സുകളും ഡിഗ്രീസൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയും, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി, അതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ എനിക്കറിയാം.
അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ആ മാതാപിതാക്കളുടെ, സ്വന്തം മാതാപിതാക്കളുടെ ആ ഒരു വിഷമം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ മാതാപിതാക്കളിലൂടെ ആയിരിക്കും, അല്ല ഇന്ന ആളുടെ മോൾ, അല്ലെ ഇന്ന അങ്ങനെ മോനെന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടും. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ ശരിക്കും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ അറിയപ്പെടാനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകൾ കുപ്രസിദ്ധിയിലൂടെ നമ്മൾ അറിയപ്പെടണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല കുട്ടികൾ എന്ന ലെവലിൽ തന്നെ, നല്ല ബ്രില്യൻ്റ് എന്നുള്ള ലെവലിൽ തന്നെ അറിയപ്പെടണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം അവരുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്. അതായത് നമ്മളെ ഇപ്പം ഞാൻ പറയുന്നില്ല, നമ്മുടെ വരുമാനം കിട്ടിയിട്ട് വേണ്ട നമ്മുടെ വീട്ടുകാർക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ വേണ്ടാത്ത ആൾക്കാരെ കൂടെയാണ് ഞാൻ പറയുന്നത്. എല്ലാ പെൺമക്കളുടെയും, ഞാൻ അടങ്ങുന്ന പെൺമക്കളുടെ ആഗ്രഹമാണ് നമുക്കൊരു ജോലി ഉണ്ടായി ആ ജോലിയിൽ നിന്ന് കുറച്ച് ക്യാഷ് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. അവർക്കതൊന്ന് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു പെണ്ണും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അവർ നമുക്ക് വേണ്ടി, അതവർക്ക് ഓക്കെ, നമ്മുടെ മാതാപിതാക്കളുടെ കടമയാണ്, സമ്മതിച്ചു. പക്ഷേ എങ്കിലും അവർ നമുക്ക് വേണ്ടി നമുക്കൊരു ഭാവി ഉണ്ടാക്കി തരുമ്പം അതിൽ തിരിച്ച് നമുക്ക് നമ്മുടേതായ ലെവലിൽ ചെറുതായിട്ടെങ്കിലും നമ്മൾ അവരെ ഒന്ന് സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് വേറെയാണ്. ഞാനിപ്പം നമുക്കൊരു 1000 രൂപയെ വരുമാനമുള്ളൂ എന്നിരിക്കട്ടെ. ആ 1000ത്തിൽ നമ്മളൊരു 100 200 എടുത്ത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെറിയ എത്രയാട്ടെ, ഇനിയിപ്പോൾ 500 900 എത്ര വേണമെങ്കിലും എടുത്തോട്ടെ, ആ ഒരു ക്യാഷിന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ചെറിയ സമ്മാനം വാങ്ങിക്കൊടുക്കുകയാണ്. നമ്മുടേതായ സ്വന്തം വരുമാനം, നമ്മുടെ ഭർത്താവിൻ്റെ പൈസ, അവരുടെ വരുമാനത്തിൽ നിന്നല്ല, നമ്മുടേതായ സ്വന്തം വരുമാനത്തിൽ നിന്ന് നമ്മൾ അവർക്ക് ഒരു സാരി അല്ലെങ്കിൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ എന്തോ ആവട്ടെ, എന്തെങ്കിലും നമ്മളൊന്ന് അവർക്ക് ചെയ്തു കൊടുത്താൽ അവർ വേണമെങ്കിൽ നമ്മൾ വഴക്ക് പറയും, നിങ്ങളിങ്ങനെ പൈസ ചിലവാക്കാതെ. എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ്, പൈസ ചിലവാക്കാതെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ, അല്ലെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടായാലും എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ വേണമെങ്കിൽ നമ്മൾ വഴക്ക് പറയും. പക്ഷെ അവരെയും കൊണ്ട് അത് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുമ്പോൾ അവർ നമ്മളെ കൊടുക്കുന്ന ഒരു എന്താ പറയുക, സാധനങ്ങൾ ഒന്ന് ഇട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ, ആ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു ഈ ലോകം കീഴടക്കിയാൽ പോലും നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് നമുക്ക് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സംതൃപ്തി അല്ലേ, അത് നമുക്കുണ്ടാവും. അപ്പം നമ്മൾ ഒരിടത്തും എത്താതെ ഇങ്ങനെ ആയി പോകുമ്പോഴത്തേക്കും നമുക്കും അതിൻ്റെ നോക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ വിഷമം, എനിക്ക് ജോലി അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഡിഗ്രി കഴിഞ്ഞപാടെ ജോലിക്ക് കയറണം, എന്നിട്ട് എൻ്റെ അപ്പച്ചന് കുറേ പൈസയൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എനിക്ക്. കാരണം എന്നാലും എൻ്റെ പൈസ കിട്ടിയിട്ട് വേണ്ട എൻ്റെ അപ്പച്ചന് ദൈവം സഹായിച്ച് ഇതുവരെയായിട്ട് ജീവിക്കാൻ. പക്ഷേ എൻ്റെ ഉള്ള ആഗ്രഹമായിരുന്നു എൻ്റെ അപ്പച്ചന് എനിക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കണം, എനിക്ക് ജോലി ചെയ്യണം എന്നൊക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ PG ക്കായി, അവസാനം കല്യാണമായി, എനിക്ക് അവിടെ അതിനിടയ്ക്കൊന്നും ജോലി ചെയ്യാൻ പറ്റിയില്ല. എൻ്റേതല്ലാത്ത കാരണത്താലും എൻ്റേതായ കാരണത്താലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല. ജോലി ചെയ്യാൻ അധികം പറ്റിയിട്ടെന്നല്ല, എന്നാൽ ഒത്തിരി കാലം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതിലുള്ള ഒരു വേദന എൻ്റെ ഉള്ളിൽ കെട്ടിക്കിടപ്പുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഞാൻ അതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് നോക്കാറേ ഇല്ല. അപ്പോൾ ഞാൻ ഓർക്കുവേ, ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെ ഇരിക്കാനാണ് എങ്കിൽ ഞാൻ എന്തിനാണ് ഈ PG വരെ പഠിച്ചത്, എന്തിനാണ് ഈ ഉറക്ക വളച്ചിരുന്ന് നമ്മൾ എക്സാമൊക്കെ എഴുതി പാസ്സായത്. ഉറക്ക വളച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെയിലി ഇരുന്ന് പഠിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാൻ എക്സാമിൻ്റെ തലേന്ന് മാത്രം ഇരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും എക്സാമിൻ്റെ തലേന്ന് ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കാറുണ്ട്. ഈ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്ന പറയാൻ നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസത്തെ ഉറക്കത്തിന് എന്താ വിലയൊന്നുമില്ലേ, അതും വിലയുള്ള കാര്യമാണ്. എനിക്കിവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാവുന്നതായിരുന്നു, ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്നില്ലേ. അപ്പോൾ അത് നമ്മുടെ കഷ്ടപ്പാട് തന്നെയല്ലേ. അത് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് മാർക്ക് വാങ്ങി നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് എത്തി, അതിൻ്റെതായ ഒരു വിലയും ഇല്ലാതെ ആയപ്പോട്ട് സർട്ടിഫിക്കറ്റായിട്ട് തന്നെ പുഴുവരിച്ച് പോകുന്നു, അല്ലെങ്കിൽ ചെതലരിച്ച് പോകുന്നു എന്നുള്ളൊരവസ്ഥ വരുമ്പം നമുക്കത് വേദനയാണ്. വേറെ ആർക്കും നമ്മുടെ ആ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം അതുപോലെ എൻ്റെ ആ ഒരു വേദന മാറിയത് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നതിന് ശേഷമാണ്. അതായത് എവിടെയും ഞാൻ എന്നൊരു വ്യക്തി ഈ ലോകത്ത് ജനിച്ച് ജീവിച്ചതിൽ ഒരു തെളിവുമില്ലാതെ പോവരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ വിവാഹം വരെ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും, എനിക്ക് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പോൾ കോളേജ് ലൈഫ് നന്നായിട്ട് ആസ്വദിക്കണം, അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കണം, അങ്ങനെ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലോട്ട് കടന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം, എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ജോലിയുടെ കാര്യത്തിൽ അപ്പം പിന്നെ ജോലിനേക്കാളും ഞാൻ പറയാലോ,
എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്വന്തമായി കുറച്ച് വരുമാനം ഉണ്ടാവണമെന്ന് ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ചു. ഉള്ളതുപോലെ പറയാം. ജോലി മാത്രമല്ല, എനിക്ക് വരുമാനം, ആർക്കാണ് ക്യാഷ് വേണമെന്ന് വേണ്ടാന്ന് ചിന്തിക്കുന്ന ആരാ ഉള്ളത്? ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ക്യാഷ് വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ തന്നെയാണ്. ജോലി എല്ലാവരും ചെയ്യുന്നത് തന്നെ ക്യാഷിന് വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലാതെ ഫ്രീ ആയിട്ട് പോയിട്ട് ആരും ജോലി ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ അതായത് അങ്ങനെ ഒന്നും എത്താതെ പോയി വേദനിക്കുന്ന ഒത്തിരി കഴിവുകളുള്ള ആൾക്കാരുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചൊരു കുട്ടിയുണ്ട്. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഡാൻസ്, പാട്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ക്യാരക്ടർ വൈസ് എല്ലാത്തിലും ഏതോ ലെവലിൽ അവൾ എത്തുമെന്ന് കരുതിയിരുന്ന ഒരാളാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ശരിക്കും ഒരു വീട്ടമ്മയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അവളുടെ ഉള്ളിൽ അതൊരു വേദന തന്നെയാണ്. അവൾ ചില സമയങ്ങളിൽ ഇങ്ങനെ പറയും, നമ്മളൊക്കെ പഠിച്ചിട്ട് എന്തിനാ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാനല്ലേ. അപ്പം ഞാനിങ്ങനെ പറയുവേ, ഞങ്ങളുടെയൊക്കെ കാര്യം പോട്ടെ, നീ ഇങ്ങനെ ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കുന്നതിലാണ് ഒരു വിഷമം എന്ന് പറയുമ്പം, അപ്പം അവളെ സംബന്ധിച്ച് അവളുടെ ഹസ്ബൻഡ് ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ട് മതി ഒരു ജോലി, അല്ലാതെ പ്രൈവറ്റ് ജോബൊന്നും വേണ്ട എന്നുള്ള ചിന്തിക്കുന്ന ആളാണ്. അപ്പം ഞാനൊക്കെ എന്താണ് ഇങ്ങനെ ഗവൺമെൻറ് ജോബ്, ഇങ്ങനെ ഭർത്താക്കന്മാർ വാശി പിടിക്കുന്നത്? അവരുടെ ആ വേദന എന്തുകൊണ്ട് ഈ ഭർത്താക്കന്മാർ കാണുന്നില്ല? ഈ ഭർത്താവിന് വേണ്ടിയിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ടും സ്വന്തം ജീവിതത്തിലെ ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പെണ്ണുങ്ങൾ അവരുടെ ജീവിതത്തിലോട്ട് ചെല്ലുന്നത്. നമ്മുടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെ ആർക്കും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എന്നിട്ടും ഒരു ജോലി എന്നുള്ള ആ ഒരു ആഗ്രഹം, അവർ അത്രയും പഠിച്ചതല്ലേ എന്നെങ്കിലും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ വീട്ടിൽ തന്നെ പിടിച്ചിടുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ, അതായത് ഒന്നും ആകാൻ പറ്റാത്തവരുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ കടന്നുപോയ തലമുറകളിൽ നമ്മുടെ അമ്മമാർ, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ ഒരു കഴിവ് പോലും ഇല്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും, അങ്ങനെ ഒരു വ്യക്തിയെ പോലും ദൈവം ജനിപ്പിക്കുന്നില്ല. ഇപ്പം വൈകല്യങ്ങളോടുകൂടി ഉണ്ടാവുന്ന ആ കുഞ്ഞുങ്ങൾ വരികയാണെങ്കിൽ അവർക്കായിരിക്കും എക്സ്ട്രാ കഴിവുകളുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കഴിവുകൾ ഒന്ന് പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് കാണിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വീട്ടിൽ ഇരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണ് ചേച്ചിയുള്ളതെന്ന് ചോദിക്കുന്നതും കൂടിയാണ് ഞാൻ മറുപടി പറയുന്നത്. യൂട്യൂബാണ് അതിനുള്ള ഏറ്റവും വലിയ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമുക്കല്ലാതെ നമ്മുടെ പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഓരോ സൈറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം അപ്വർക്ക് ഉണ്ട്, പിന്നെ ഫ്രീലാൻസർ ഉണ്ട്, പിന്നെ fiverr.com ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പം അത്ര നമുക്ക് കിട്ടാൻ അത്ര ഈസി അല്ല. കാരണം വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സ് ഒത്തിരി ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു കഴിവുണ്ടോ, നമ്മുടെ കയ്യിലൊരു കണ്ടന്റ് ഉണ്ടോ, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒന്ന് പറയാനുള്ളത്, യൂട്യൂബ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു പേയ്മെൻറ്റ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ യൂട്യൂബിലോട്ട് വരരുത്. നമുക്ക് നമ്മുടെ ഒരു പാഷൻ, നമ്മൾ ഒന്നുമല്ലാതെ ആയിട്ടില്ല എന്നുള്ള ആ ഒരു വേദന മാറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രം നമ്മൾ യൂട്യൂബിനെ ആദ്യം കാണുക. അതിൻ്റെ സൈഡായിട്ട് നമുക്ക് വരുമാനങ്ങൾ കിട്ടും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ യൂട്യൂബിലോട്ട് വരുമ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ മേലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിട്ടും അല്ല ഞാൻ വന്നത്. കാരണം എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് എന്നെ കമ്പൽ ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. എടി നീ ഇങ്ങനെ തുടങ്ങും, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ ഇങ്ങനെ പറഞ്ഞു കൊടുക്ക് എന്നിങ്ങനെ എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ വരുമാനം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം നിങ്ങൾ കാണില്ലേ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നത്? നിങ്ങൾ എൻ്റെ വീഡിയോയിൽ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നില്ലേ? ആ അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് എനിക്ക് വരുമാനം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആ കമ്പനിക്കാർ നമുക്കും കൂടെ തരും. ചെറിയ കിട്ടുന്ന പൈസ ചെറിയ എമൗണ്ട് ആട്ടോ. കോടികൾ, ലക്ഷങ്ങൾ, പതിനായിരങ്ങൾ ഒന്നുമല്ല, ആയിരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ പൈസ തന്നെയാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന എമൗണ്ട് അത് റിവീൽ ചെയ്യരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് എമൗണ്ട് പറയാത്തത്. അപ്പോൾ ആ കിട്ടുന്ന ക്യാഷിൽ നിന്നും വ്യൂവേഴ്സിനനുസരിച്ചാണ് ക്യാഷ് കൂടുന്നത്. അതിൽ നിന്ന് ആ കിട്ടുന്ന ഒരു 1000 രൂപ ആയിക്കോട്ടെ, 1000 ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ നമുക്ക് പോരെ, നമ്മുടെ പോക്കറ്റ് മണിക്കുള്ള പൈസയായി നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിരിക്കുന്ന കഴിവാണ് ഈ പ്രസവം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ നോട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി തന്നെ ആയി. അങ്ങനെ ഒരു നിയമം വന്ന പോലെ തന്നെയായി നമ്മുടെ എല്ലാവരുടെ അടുത്തും ഒരു ആചാരങ്ങളായി പോയി അത്. അപ്പോൾ നമുക്കത് ചെയ്തേ പറ്റൂ. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ജനിപ്പിച്ച് കുഞ്ഞിനെ വേറെ പരിചയമില്ലാത്ത 2 കൈകളിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു അമ്മയാണ് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ, അവർ നാളത്തെ സമൂഹത്തിൻ്റെ മാതൃകകളാകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ നല്ല വഴി അവർക്ക് കാണിച്ചു കൊടുക്കണം, നല്ല രീതിയിൽ അവളെ വളർത്തണം, നമ്മൾ കൂടെ ഉണ്ടാവണം കുഞ്ഞുങ്ങളുടെ കൂടെ. അപ്പം
ഇപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മനോഹരമായി നോക്കാം. കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാം, വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻജോയ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ചെയ്യാം. കൂടത്തിൽ നമ്മുടെ പാഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ വരുമാനവും കിട്ടുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, നിങ്ങളൊരു നിങ്ങളുടെ ഉള്ളിൽ ഡാൻസ് ചെയ്യാൻ നല്ലൊരു കഴിവുണ്ടോ, അല്ലെങ്കിൽ ഒന്നും വേണ്ട നിങ്ങൾക്ക് നല്ലൊരു സിംഗറാണോ, നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾ ഒരു വിവാഹശേഷം അതവിടെ ഇല്ലാണ്ടായിപ്പോയി എന്നുള്ളൊരു ചിന്ത വെച്ച് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളൊരു നല്ല ഡിസൈനറാണോ, അല്ലെങ്കിൽ നന്നായി ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളാണോ, നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് നോളജ് ഉണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പക്ഷേ നമ്മുടെ എത്തിക്സിനെ വിട്ടിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത്. അതൊരിക്കലും നല്ലതല്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പം വരുമാനം കിട്ടും എന്നുള്ള പേരിൽ നമ്മൾ ചുമ്മാ അവിടെ ഇവിടെയും കേട്ടിട്ടുള്ള വെറുതെ കാര്യങ്ങൾ അവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് നമ്മൾ വന്നിട്ട് നമ്മൾ വേറെ വീഡിയോ നമ്മൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയായ കാര്യമല്ല. നമ്മുടെ മനസ്സാക്ഷിക്ക് എതിരായിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. അതെൻ്റെ റിക്വസ്റ്റാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വേറെ ഒരാൾ പറഞ്ഞറിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളുടേതായ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളും ഒക്കെ മാത്രമേ നിങ്ങൾ പറയാവുള്ളൂ. ഒരിക്കലും കുഞ്ഞുങ്ങളെ വെച്ചിട്ടോ ഗർഭിണികളെ വെച്ചിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയേ ചെയ്യരുത്. നമ്മുടെ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനിയിപ്പം ക്ലാസ് എടുക്കാൻ കഴിയുന്നവരാണ്, അതായത് ഇപ്പം ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാം. ഇപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ക്ലാസ്സുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിനെ അങ്ങനെ ഇപ്പോൾ കെമിസ്ട്രിയാണ് സബ്ജക്റ്റ് എന്നിരിക്കട്ടെ, അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ അങ്ങനെ ക്ലാസ് ഇട്ട് കൊടുത്താൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ട്. കാരണം ആ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാൻ ആൾക്കാർ വരും. അടുത്തത് ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ അക്കൗണ്ട്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഡാൻസറാണോ, നിങ്ങൾ കളിക്കുന്ന ഡാൻസ്, നിങ്ങൾ എവിടെ ഡാൻസ് നന്നായി കളിക്കുക, നിങ്ങളുടെ വീട്ടിൽ തന്നെ റൂമിൽ നിൽക്കുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് ഡാൻസ് കളിച്ച് അത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒരു ഡാൻസറാണ്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഡാൻസറിനെ ലോകം അറിയും. കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനവും കിട്ടും. അപ്പം നമ്മുടെ ഉള്ളിലെ കഴിവ് അവിടെ ഉറങ്ങിപ്പോകുന്നില്ല. നമ്മൾ ജീവിച്ചതിൽ ഒരു തെളിവും ഇല്ലാണ്ട് നമ്മൾ മരിക്കാനും പോകുന്നില്ല. അത് ആരെങ്കിലും കുറച്ച് പേര് അറിയണം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കഴിവുണ്ട് എന്നുള്ളത്. സിംഗർ ആണെങ്കിൽ തന്നെ സെയിം, നിങ്ങളൊരു പാട്ട് എന്താ പറയുക റെക്കോർഡ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകം നിങ്ങളെ അറിയും. ഇപ്പം നമ്മുടെ സ്മ്യൂളും സ്റ്റാർ മേക്കർ എന്നൊക്കെ പറഞ്ഞ ആപ്പൊക്കെ ഇറങ്ങിയിട്ടില്ലായിരുന്നോ, അതിലൂടെ എത്ര ആൾക്കാരെയാണ് സംഗീത ലോകത്തോട്ട് അവരെത്തിപ്പെട്ടത്, എത്ര ആൾക്കാർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഓരോ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ കഴിവുകൾ ഇപ്പം നിലവിൽ ഉപയോഗപ്പെടുത്തേണ്ടത്. വേറെ ഇപ്പോൾ ജോലി ഇല്ലാണ്ട് ഇപ്പം ഞാൻ പറയാം ഡയറക്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ രാവിലെ തൊട്ട് ഇത്ര മണി വരെ നമ്മൾ വർക്ക് ചെയ്ത് അവരുടെ ചീത്തയും കേട്ട് ഇത് ചീത്തയും കേട്ടൊക്കെ നമ്മൾ ഇരിക്കും, നമ്മൾ പൈസ ഉണ്ടാക്കും, നമ്മുടേതായ ഒരു സംതൃപ്തിയും നമുക്കുണ്ടാവില്ല. കാരണം നമ്മൾ പേടിച്ചായിരിക്കും ജോലി ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ എപ്പോൾ ജോലി പോകും നഷ്ടപ്പെടും എന്നുള്ള ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ യൂട്യൂബ് നമുക്ക് എപ്പോഴും പെർമനൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ വേണേൽ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം യൂട്യൂബിൽ നിന്നൊക്കെ നമ്മൾ. പക്ഷേ അത് നമ്മൾ റോങ് ആയിട്ടുള്ള കണ്ടൻസ് ഇടുകയോ എന്തെങ്കിലും വയലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു ആക്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ നേർമയ രീതിയിൽ നല്ല രീതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദോഷവും വരില്ല. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സത്യസന്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും അതിനൊരു ദോഷവും കാര്യങ്ങളും ഒന്നും വരികയില്ല. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങുന്നത് എന്നുള്ള ഞാൻ വേറൊരു വീഡിയോ ഇടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേ പറഞ്ഞാൽ മതി, എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ അടുത്തത് നിങ്ങൾ നല്ല ഡിസൈൻ ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കൂടെ ഇന്ന ഡ്രസ്സുകൾ ഇന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒരു ട്യൂട്ടോറിയലൊക്കെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഓൺലൈൻ സ്റ്റോർ തന്നെ തുടങ്ങാം. ഇപ്പോൾ ബൾക്കായിട്ട് നിങ്ങളിപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങി അത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിലൂടെ സെല്ല് ചെയ്യുകയോ റീസണബിൾ പ്രൈസിലൊക്കെ സെല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്കൊരു സ്റ്റോറുമായി അതിൽ നിന്ന് വരുമാനവുമായി. അപ്പം നിങ്ങളുടേതായ ആ ഒരു ഫാഷൻ എന്നുള്ളൊരു മേഖലയിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. മിക്ക ആൾക്കാരും ചിലപ്പോൾ അവരുടെ പ്രൊഫഷൻ അവരിപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ പ്രൊഫഷൻ എന്തായാലും അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വേറെ രീതിയിലായിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ.
എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ലെവലായിരിക്കും ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് നമ്മൾ തുടങ്ങാൻ നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ കാര്യം ഞാൻ പറയാം. യൂട്യൂബിൽ നമ്മൾ തുടങ്ങുമ്പം സപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാവരിൽ നിന്നും നമ്മൾ സപ്പോർട്ടൊന്നും അധികം പ്രതീക്ഷിക്കരുത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സിൽ നിന്നും എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ചാനൽ തുടങ്ങുമ്പം നമ്മുടെ ബന്ധുക്കളിൽ നിന്നാവട്ടെ, നമ്മുടെ കൂട്ടുകാരിൽ നിന്നാവട്ടെ, പലരിൽ നിന്നും നമുക്ക് ഇൻസൾട്ടിങ്ങും എന്താ പറയുക, നമ്മളെ കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിനക്കൊരു പണിയും ഇല്ലേ എന്നൊക്കെ. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ഓരോ തവണ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ഓരോ തവണ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നേ. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഓരോരുത്തരോട് ചോദിച്ചിട്ടുണ്ടോ എന്തൊരു ഗതികേട്. അപ്പോൾ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറയും എന്തൊരു ഗതികേട് എന്നൊക്കെ പറഞ്ഞോട് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ നിനക്ക് വേറെ ഒരു പണിയുമില്ലേ എന്നിട്ട് ചോദിച്ചവരുണ്ട്. നീ ഒന്ന് ഞങ്ങളെ വെറുതെ വിടുവോ, നിൻ്റെ മെസ്സേജ് കാരണം ഇവിടെ ഞങ്ങൾക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല നിൻ്റെ വീഡിയോ കാരണം എന്നൊക്കെ എന്നെ പറഞ്ഞ് കളിയാക്കിയവർ വരെ ഉണ്ട്. അപ്പം ഇപ്പം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യം ദൈവം സഹായിച്ച് എനിക്ക് വരുന്നില്ല. കാരണം ഷെയർ വെച്ചാൽ ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു ആവശ്യം എനിക്ക് ദൈവം വന്നിട്ടില്ല. കാരണം കുറച്ച് നമ്മുടെ ഈ ഫാമിലി അത്യാവശ്യം കുറച്ച് വലുതായിട്ടുണ്ട്, 30,000 മുകളിൽ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നെപ്പോലെ ഒരാൾക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഇത്രയും എത്താമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എത്താൻ പറ്റും. ഞാനാണ് അതിന് ഉറപ്പ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ ഒരു സപ്പോർട്ടില്ലായ്മ അതായത് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങളെ പുറകിൽ നിന്ന് വലിക്കാൻ ആൾക്കാരോടുണ്ടാകും. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കാതെ ഓവർകം ചെയ്ത് നമ്മൾ സ്ത്രീ ആയതിൻ്റെ പേരിൽ നമ്മൾ വേദനിക്കരുത്. കാരണം സ്ത്രീ ആയതിൻ്റെ പേരിൽ ഞാൻ ഇതെല്ലാം ചെയ്തു, എനിക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആ ഒരു സംതൃപ്തി എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോവാത്തതിലുള്ള വേദന എനിക്ക് ഇല്ല. കാരണം എന്താ പറയുക, ഞാനെന്ന വ്യക്തിയിലൂടെ 1-2 ആൾക്കാർക്ക് ഒരാൾക്കെങ്കിലും ഒരു അറിവ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു 10-30,000 മുകളിലുള്ള ആൾക്കാർ എൻ്റെ കൂടത്തിൽ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഒരു കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ഇടാൻ വൈകിയാൽ എന്താ ചേച്ചി വീഡിയോ ഇടാത്തത് എന്ന് പറഞ്ഞ് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതിലൊക്കെ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. ശരിക്കും നമ്മുടെ കൂടപ്പിറപ്പ് പോലെ എന്നോട് സംസാരിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡൊന്നും നമ്മൾ മൈൻഡ് ആക്കാതെ, ഇപ്പം ഞാൻ പറയുമ്പോൾ യൂട്യൂബ് തുടങ്ങിയാൽ തന്നെ നെഗറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടാവും. അത് പല യൂട്യൂബേഴ്സും പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നതിൻ്റെ കാര്യത്തിൽ അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നെഗറ്റീവ് കമൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ റിമൂവ് ചെയ്തേക്കുക, ബ്ലോക്ക് ചെയ്തേക്കുക എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ട് ഞാനും ആദ്യം അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല, വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. പക്ഷെ വരുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ദഹിക്കാത്ത കാര്യങ്ങളായിരിക്കും വരുന്നത് തന്നെ. അപ്പം ഞാനതിൽ ആദ്യം റിയാക്ട് ചെയ്യേണ്ടെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് റിയാക്ട് ചെയ്യണം. നമ്മുടെ സൈബർ സെല്ലൊക്കെ അതിനു വേണ്ടിയുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ ശരിക്കും സൈബർ സെല്ലിലൊക്കെ നമുക്കെതിരെ എന്തെങ്കിലും ഒരു മോശം രീതിയിൽ നമുക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിയിൽ കമൻറ്റ്സ് ഇടുന്നവരാണെങ്കിൽ നമ്മൾ സൈബർ സെല്ലിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ്. അതിൽ ഞാൻ പറയാൻ കാരണമുണ്ട്. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കെതിരെ ഒരാൾ എന്തെങ്കിലും ഒരു മോശം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല മറുപടി കൊടുക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. ഞാൻ നന്നായി തിരിച്ചു പറയുക തന്നെ ചെയ്യും. കാരണം അയ്യോ അയാൾ എന്നെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. എനിക്ക് എന്താ പറയുക, ഞാൻ പറയും, അതിനുള്ള മറുപടി ഞാൻ കൊടുക്കും, റിയാക്ട് ചെയ്യാൻ ചെയ്യും. എന്നാൽ അത് ചെയ്യാൻ, അതായത് വളരെ കഷ്ടപ്പെട്ട് ഒരു ചാനൽ തുടങ്ങി നെഗറ്റീവ് കമൻസ് കാരണം ചാനൽ സ്റ്റോപ്പ് ചെയ്തു പോയിട്ടുള്ള കുറച്ച് പേരെ എനിക്കറിയാം. അതിലൊരു നല്ലൊരു ഡാൻസർ ഉണ്ടായിരുന്നേ, ഒരു ചെറിയ കുഞ്ഞെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, നല്ലൊരു ഡാൻസറാണ്. അപ്പം പുള്ളിക്കാരത്തേക്ക് ഒത്തിരി ആൾക്കാരെ സപ്പോർട്ടുണ്ട്. ഞാനൊക്കെ ആ പുള്ളിക്കാരിയുടെ ഫാനായിരുന്നു. എന്നിട്ട് അവളെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവളെ കുറച്ച് പേരിങ്ങനെ നെഗറ്റീവ് നിനക്കൊന്നും വീട്ടിലൊന്നും ഒരു പണിയില്ലേടി, ഇറങ്ങിയിരിക്കുവാണ് തുള്ളാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശമായ രീതിയിൽ എന്തൊക്കെയോ സംസാരങ്ങൾ എടുത്ത് നെഗറ്റീവ് കമൻസ് കണ്ടു കഴിഞ്ഞപ്പം ഒരു ദിവസം ഈ കുട്ടി മറ്റേ ലൈവിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല, പിന്നെ എനിക്കിങ്ങനെ നെഗറ്റീവ് കമൻസ് കാണാനുള്ള കഴിവില്ല. അപ്പം എൻ്റെ വീട്ടുകാരും എന്നെ വഴക്ക് പറയുന്നു, കാരണം അവർക്കൊന്നും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആക്ച്വലി കുറച്ചേ
നെഗറ്റീവ് കമൻസ് എന്തായാലും ഉണ്ടാവും. വളരെ കുറച്ച് നെഗറ്റീവ് കമൻസ് അവൾക്ക് വന്നിട്ടുള്ളൂ. വന്നത് മൊത്തം അവളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാകത്തിനാണ്. നിൽക്കുന്നൊരു പണിയില്ലേ, നിന്റെ വീട്ടിൽ പോയിട്ട് ഇരുന്നൂടെ, അവൾ തുള്ളാൻ ഇറങ്ങിയിരിക്കുന്നു, അങ്ങനെ. ഞാൻ ആ നെഗറ്റീവ് കമൻസ് ഞാൻ വായിച്ച ആളും കേട്ടോ. അത്രയും കഴിവുള്ളൊരു പെൺകുട്ടിയാണ്. അവളുടെ കഴിവ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോയത്. കാരണം അവൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ, അതായത് അവൾക്ക് നല്ല നല്ല പ്ലാറ്റ്ഫോംസ് പെർഫോം ചെയ്യാൻ വേണ്ടി അവൾക്ക് കിട്ടിയിട്ടില്ല, തഴയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിലൂടെയാണ് അവളുടെ കഴിവുകൾ, ഡാൻസ് കാണിക്കുന്നത്. എന്ത് രസമായി ഡാൻസ് കളിക്കുന്ന കൊച്ചായിരുന്നു അതെന്ന് അറിയാമോ. എന്നിട്ട് ആ കൊച്ച് അവസാനം ആ ചാനൽ അവിടെ വെച്ച് നിർത്തിപ്പോയി. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇനിയും ഒത്തിരി അവളെ പോലുള്ള പാവങ്ങൾ, അതായത് നെഗറ്റീവ് കമൻസിനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്ത കുഞ്ഞുങ്ങൾ കയറി വരുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഓരോ പിരി ലൂസായവർ വന്നിട്ട് ഓരോ നെഗറ്റീവ് കമൻസ് ഇട്ട് കഴിഞ്ഞ് നമ്മളതിന് റിയാക്ട്, ഇവർക്കൊക്കെ വിചാരമുണ്ട് അവർ എന്ത് പറഞ്ഞാലും നമ്മളത് കേട്ടോണ്ടിരിക്കും, നമ്മളതിന് റിയാക്ട് ചെയ്യൂല എന്നുള്ള ലെവലിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് ഒന്നും കൂടെ വളവാകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളതനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുവാണെങ്കിൽ ഇനി വളർന്നു വരുന്ന ഈ ഞാൻ പറഞ്ഞ നല്ലൊരു കഴിവുള്ള കൊച്ച്, അവളുടെ ഒരു ആഗ്രഹം, അവൾക്ക് ആകെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം യൂട്യൂബായിരുന്നു. അതുവരെ അവൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ കുട്ടി പോയെങ്കിൽ അതുപോലെ ഒത്തിരി സ്വപ്നങ്ങൾ കൊണ്ട് ഓരോ ചാനൽ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഇതുങ്ങളെ പോലെയുള്ള ഓരോ ആൾക്കാർ ഓരോ തടയായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ശരിക്കും റിയാക്ട് ചെയ്യണം. എൻ്റെ ഒരു ഉദ്ദേശം ഇനി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനി നെഗറ്റീവ് കമൻസ് ഇങ്ങനെ ആരും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം വേറെ ആർക്കും, എനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്കെങ്കിലും അത് ഉപകാരപ്പെടട്ടെ. കാരണം പേടിയുണ്ടാവണം, ആരും റിയാക്ട് ചെയ്യൂല എന്ന് കാണുമ്പോഴാണ് ഇവന്മാർ ഇങ്ങനെ വരുന്നത്. അപ്പം ഇന്ന് റിയാക്ട് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വേണ്ടാത്ത വർത്തമാനത്തിനും വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് കമൻസ് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഇഗ്നോർ ചെയ്യുക. പിന്നെ നമുക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയൊന്നും ഇതാവരുത്. നന്നായി മറുപടി കൊടുക്കുക. മറുപടി കൊടുത്താൽ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവുള്ളൂ, നമുക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു മറുപടി ഞാൻ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ അങ്ങനെ ഒരു കുറ്റബോധമേ പാടില്ല. നമ്മൾ ശരിക്കും മറുപടി കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ യൂട്യൂബ് എന്നുള്ളത് നമ്മളെ പുറകോട്ട് വലിക്കാനും നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും കളിയാക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു കാലത്ത് നമ്മളെ ഓർത്ത് അഭിമാനിക്കും ഈ നമ്മളെ കളിയാക്കുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു അവസരം ദൈവം നമുക്കായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കഴിവ്, ആ ഒരു വിഷമം നിങ്ങൾ മാറ്റി വെച്ച് തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് കഴിവാണോ അത് നിങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ തിരഞ്ഞെടുക്കുക. മെയിനായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ എത്തിക്സിനെ വിട്ട് ഒന്നും കളിക്കരുത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അപ്പം ദൈവം അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തരും. അപ്പോൾ എല്ലാവരും ഞാൻ പറയുകയാണ്, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ കളിക്കാൻ എനിക്ക് സമയമുണ്ട്, അവൻ എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ സമയമുണ്ട്, എന്താ പറയുക, അവൻ്റെ അമ്മയുടെ സാന്നിധ്യം അവൻ അറിയുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ വളരുന്നുണ്ട്. അപ്പം എൻ്റെ പ്രസൻസ് ഇല്ലായ്മയിലല്ല എൻ്റെ മോൻ വളരുന്നത്. എൻ്റെ പ്രസൻസ് അവന് ഉണ്ട് താനും. എന്നാൽ അതോടൊപ്പം തന്നെ എനിക്ക് ഞാൻ എന്തോ ആയി മീൻസ് എവിടെയെങ്കിലുമൊക്കെ എനിക്ക് എത്താൻ പറ്റി എന്നുള്ളൊരു ആഗ്രഹവും എൻ്റെ ആ ഒരു ഡ്രീമിലോട്ട് ഞാൻ ആ ഒരു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വിഷമമില്ല. കാരണം ഞാൻ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞ്, പക്ഷേ എനിക്ക് ഇവനെ ഡേ കെയറിലൊക്കെ വിട്ട് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുള്ള കാര്യമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവനെ 2 വയസ്സൊക്കെ ആയി. എന്നാലും ഇതിനു മുമ്പൊക്കെ എനിക്ക് ഉണ്ടായി. ചില സമയത്ത് എനിക്ക് വന്ന് കയറും, അയ്യോ ഒന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാനിങ്ങനെ തന്നെ ഇരിക്കുവാണല്ലോ, അതൊക്കെ ഞാൻ ഈ ചാനലിൻ്റെ ഇടയ്ക്ക് പറയാറുമുണ്ട്. അന്നേരം ഇപ്പം എനിക്ക് ആ വിഷമമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വരുമാനമാണെങ്കിലും എനിക്ക് ചെറിയ വരുമാനം യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടി, ആദ്യത്തെ വരുമാനം കിട്ടി. ഇനി അങ്ങോട്ട് കിട്ടുമല്ലോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്തായാലും ഒരു വരുമാനം കിട്ടി, അതിൽ സന്തോഷമുണ്ട്. അപ്പം എൻ്റെ അറിവുകൾ മറ്റുള്ളവരിൽ എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്, അതിലൂടെ അവർക്കത് ഗുണപ്രദമാകുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷമാണ്. സ്വസ്ഥമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റും ചിരിച്ചുകൊണ്ട്. അതായത് എന്താ പറയുക, ഞാൻ പറയാലോ, എനിക്കിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫൊന്നും എനിക്കിഷ്ടമല്ല. എല്ലാം കൂളായി വിടുന്ന ഒരു ലൈഫാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഇപ്പം കൂടുതൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ആയിപ്പോൾ എനിക്ക് കൂട്ടുകൂടാനൊന്നും ആൾക്കാരില്ല. എൻ്റെ മോനല്ലേ ഉള്ളൂ, ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര വിഷമമായിരുന്നേ. ആരും ഇല്ലല്ലോ, എനിക്ക് ആരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രയ്ക്കും ഒരു ഫ്രണ്ട് സർക്കിൾ വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു ഇപ്പം അത്രയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് യൂട്യൂബിൽ. എന്നെ അത്രയ്ക്ക് ആൾക്കാർ കൂട്ടുകൂടി വരുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് അതിലൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ട് നമ്മളിപ്പോൾ ആരെങ്കിലും നെഗറ്റീവ്സ് നമ്മളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും റിയാക്ട് ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാനും പറയാനും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആൾക്കാർ വരെയായി.
അപ്പോൾ അത് തന്നെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഞാൻ പറയാം ഒരു സംതൃപ്തി ഇല്ലാതെ ഒരു ജീവിതം നമ്മൾ നയിക്കരുത്. അത് ഒരിക്കലും എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിക്ക് കാരണമാകുകയുള്ളൂ. നമ്മൾ പഠിച്ചു, ഇപ്പം നമുക്ക് വീട്ടിൽ നമ്മുടെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം കാരണം നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ലേ? ആരുടെയും പ്രഷറും പ്രസ്സിങ്ങും കാര്യങ്ങളും ഒന്നും റൂൾസും ഓർഡേഴ്സും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടേതായ പ്രൊഫഷൻ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമുക്കതായ ഒരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ രീതിയിലാണെങ്കിലും വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബ് എങ്ങനെയാണ് തുടങ്ങുന്നത്, അതിലെങ്ങനെയാണ് ചേച്ചി ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ആരും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ആരും വിഷമിക്കരുത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾവേസ് ഹാപ്പി. നമ്മുടെ കുഞ്ഞുമൊത്ത് ഭർത്താവിനൊത്ത് നമ്മുടേതായ ആഗ്രഹം സഫലീകരിച്ച് ഹാപ്പി ആയിട്ട് എന്നും ഇരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളായിട്ട് ശ്രമിക്കുക. ഒരിക്കലും അവസരം നമ്മളെ തേടി വരില്ല, നമ്മളെ അവസരങ്ങളെ തേടി പോകണം. കഷ്ടപ്പെട്ട് പടികൾ കയറിയെങ്കിൽ മാത്രമേ നമുക്കൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഒരു വിജയം ഉണ്ടാവുകയല്ലെന്ന് നിങ്ങൾ ഓർക്കുക. കുറച്ച് കഷ്ടപ്പെടുക, നെഗറ്റീവ്സിനെ അവോയ്ഡ് ചെയ്യുക, റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുക. സപ്പോർട്ടില്ലേ, ഒരാളുടെ സപ്പോർട്ട് മതി. ആ സപ്പോർട്ടോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുക. ആ ഒരൊറ്റ ബലം മതി നമുക്ക്. അതനുസരിച്ച് മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടത്തിൽ കൂട്ടുക. അത്ര മാത്രമേ വേണ്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ആശംസകൾ. പ്രാർത്ഥനയിൽ എന്ന് ഞാൻ ഓർക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. അപ്പം സന്തോഷകരമായിട്ട് ജീവിക്കുക. ജീവിതത്തിൽ ഒന്നുമാകാതെ ആരും പോകരുത്. അപ്പം ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.